നമ്മളൊരു ഗിറ്റ് റെപ്പോസിറ്ററി ഉണ്ടാക്കുന്നതും അതിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നതും പുഷ് ചെയ്യുന്നതൊക്കെ പഠിച്ചു. അതേപോലെ നമ്മളൊരു റീഡ്മി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീഡ്മി എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് നമ്മൾ റെപ്പോസിറ്ററിയിൽ നമ്മളൊരു റീഡ്മി ഡോട്ട് എം ഡി എന്ന് പറയുന്ന ഫയൽ, എം ഡി എന്ന് പറഞ്ഞാൽ മാർക്ക് ഡൗൺ ഫയൽ ഇങ്ങനെ ഇതേ നെയിമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പ്രൊജക്റ്റിൻ്റെ മെയിൻ ഫോൾഡറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണാം. അതായത് ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, പിന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ ഒരു സബ് ഹെഡിങ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കോഡിൽ ആഡ് ചെയ്ത പ്രകാരമാണ്. അതായത് നമ്മളിവിടെ കോഡിൽ ഞാനിവിടെ ഹാഷ് ബീറ്റാസ്ക്വയർ ടാസ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റ് കൊടുത്തു, അതിനുശേഷം ഞാനൊരു സബ് ഹെഡിങ് 2 ഹാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാർക്ക്ഡൗൺ ഫയലിൽ നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹാഷ് ഉപയോഗിക്കാം. അതായത് മെയിനായിട്ട് 3 ലെവൽ ഹെഡിങ് ആണ് മാർക്ക്ഡൗൺ ഫയലുള്ളത്. അതായത് ഒരു ഹാഷ് ആണെങ്കിൽ വലിയ ഹെഡിങ്ങും, പിന്നെ സബ് ഹെഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഹാഷ്, അതിനേക്കാൾ ചെറിയ സബ് ഹെഡിങ് വേണമെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ഹാഷ് കൊടുക്കാം. ഇങ്ങനെയാണ് ഹെഡിങ്സ് കൊടുക്കുന്നത്. ഇങ്ങനെ മാർക്ക്ഡൗൺ ഫയൽ ചേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിവ്യൂ കാണുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ വന്നതെന്ന് അറിയാം. പ്രിവ്യൂ കാണുന്നുണ്ടെങ്കിൽ VS കോഡിൽ ആ ഫയലിൻ്റെ ടോപ്പ് നെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്പൺ പ്രിവ്യൂ അല്ലെങ്കിൽ നിങ്ങൾ കമാൻഡ് ഇവിടെ കാണിക്കുന്നുണ്ട്, എന്താണ് ഷോർട്ട് കട്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ടാവും. അതായത് എനിക്കിവിടെ ഷിഫ്റ്റ് കമാൻഡ് V ആ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹെഡിങ് എങ്ങനെ കൊടുക്കുക എന്ന് മനസ്സിലായി, അതേപോലെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കൊടുക്കുക എന്ന് മനസ്സിലായി. ഓരോന്നിൻ്റെ ഇടയിൽ ഒരു ലൈൻ സ്പേസ് ഇടണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും നോക്കി. ഇനി നിങ്ങൾക്കൊരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ നോക്കാം. അതായത് ഞാനിവിടെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് ആ ഒരു ഹെഡിങ് ഫോർമാറ്റിംഗ് എന്നാക്കി മാറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു ലോറം ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാം. ഞാനൊരു ലോറം ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സേവ് ചെയ്തു, പ്രിവ്യൂവിൽ നോക്കാം. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് എനിക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം എനിക്ക് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ മുമ്പായിട്ട് ഡബിൾ സ്റ്റാർ കൊടുക്കാം. ഡബിൾ സ്റ്റാർ കൊടുത്ത് എവിടെ വരെയാണോ ബോൾഡ് ആക്കേണ്ടത് അത്രയും ടെക്സ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഡബിൾ സ്റ്റാർ ക്ലോസ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്ത് പ്രിവ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ബോൾഡ് ആയതായിട്ട് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ഇറ്റാലിക് ആക്കണം എന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യാം. ഞാൻ സിംഗിൾ സ്റ്റാർ കൊടുത്ത് സേവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ എഡിറ്റർ ഡീഫോൾട്ട് അത് അണ്ടർസ്കോറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് പ്രിവ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇറ്റാലിക് ആക്കിയതായിട്ട് കാണാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിൽഡാക്കി ഡബിൾ ടിൽഡ ഉപയോഗിക്കാം. എന്നിട്ട് ആ ടെക്സ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഡബിൾ ടിൽഡ ക്ലോസ് ചെയ്യാം. നിങ്ങൾ പ്രിവ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ടെക്സ്റ്റ് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കാണാൻ പറ്റും. ഇതാണ് ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ഓപ്പറേഷൻസ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം കോഡ് പോലെ ഹൈലൈറ്റ് ചെയ്യണം. അതായത് ഇവിടെ ഞാനൊരു കോഡ് ആഡ് ചെയ്യാണ്. ഏതെങ്കിലും ഒരു കോഡ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് ഗിറ്റ് കമ്മിറ്റ് കമാൻഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഗിറ്റ് കമ്മിറ്റ് എന്ന് പറഞ്ഞൊരു കോഡ് ആഡ് ചെയ്തല്ലോ. അപ്പോൾ നമ്മളത് സേവ് ചെയ്ത് നോക്കുന്ന സമയത്ത് സാധാ ടെക്സ്റ്റ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു ഫോക്കസ് കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് മാറ്റിയിട്ട് നമുക്കൊരു കോഡ് പോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് ടിക്സ് കീ ഉപയോഗിച്ച് അത് റാപ്പ് ചെയ്യാം. അതായത് തുടക്കത്തിൽ ഒരു ബാക്ക് ടിക്സ് കൊടുത്തു, ലാസ്റ്റ് അത് ക്ലോസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് പ്രിവ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കളേർഡായിട്ട് ഹൈലൈറ്റ് ചെയ്തത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നിങ്ങൾ കോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ റാപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് ഞാൻ എൻ്റെ കോഡിൽ നമ്മൾ ഇതുവരെ പഠിച്ച ലിനക്സ് കമാൻഡ്സും അതേപോലെ ഗിറ്റ് കമാൻഡ്സും ആഡ് ചെയ്യാണ്. ഇവിടെ ഞാൻ ലിനക്സ് കമാൻഡ്സ് കൊടുക്കുന്ന സമയത്ത് സബ് ഹെഡിങ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു ഹൈഫൺ ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ കോഡ് ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. അതായത് നമുക്ക് നമ്പർ ഇല്ലാത്ത ലിസ്റ്റ് 1 2 3 അങ്ങനെ നമ്പർ ഇല്ലാതെ ജസ്റ്റ് ഒരു സർക്കിൾ മാത്രം വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ലിസ്റ്റാണ് ഇങ്ങനെ ഹൈഫൺ വെച്ച് കൊടുക്കുന്നത്. അതായത് അതിനുശേഷം നമ്മളെ കോഡ് ഞാൻ ബാക്ക് ടിക്സ് ഉപയോഗിച്ച് കോഡ് ഹൈലൈറ്റ് ചെയ്തു, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, എക്സാമ്പിളും ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CD എന്ന് പറഞ്ഞ കമാൻഡ് അറിയാം, LS PWD CAT ഇത്രയും കമാൻഡ്സ് നമ്മൾ പഠിച്ചതാണ്, ലിനക്സ് കമാൻഡ്സ് ആണ്. ആ ലിനക്സ് കമാൻഡ്സ് വിൻഡോസിൽ നിങ്ങൾക്ക് ഗിറ്റ് ബാഷിൽ എക്സിക്യൂട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കമാൻഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം ഞാൻ എൻ്റെ ഗിറ്റ് കമാൻഡ്സ് നമ്പേർഡ് ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതായത് 1 ഡോട്ട് 2 ഡോട്ട് അങ്ങനെ ലിസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ വരുന്നത് പ്രിവ്യൂവിൽ നോക്കാം. പ്രിവ്യൂവിൽ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അൺഓർഡേർഡ് ലിസ്റ്റ് ഫസ്റ്റ് വന്നിട്ടുണ്ട്, പിന്നെ രണ്ടാമത്തേത് ഓർഡേർഡ് ലിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ മാർക്ക്ഡൗണിൽ ഒരു ടേബിൾ ആഡ് ചെയ്യണം. അതായത് നിങ്ങൾ എക്സലിലൊക്കെ കാണുന്ന പോലെ കോളം റോ ഒക്കെ ആയിട്ടുള്ള ഒരു ടേബിൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു സബ് ഹെഡിങ് മാറ്റാണ്.
അതിനുശേഷം ഇവിടെ ടേബിൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പ് കീ യൂസ് ചെയ്തു. ആ ഒരു പൈപ്പ് കീ എന്ന് പറയുന്നത് നമ്മൾ കീബോർഡിൽ ഡിലീറ്റ് കീൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു കീ, ഒരു പൈപ്പ് കീ കൊടുത്തു. എന്നിട്ട് ഹെഡിങ് എന്താണ് നിങ്ങൾ ആ ഒരു ടേബിളിൻ്റെ ഹെഡിങ്, ഫസ്റ്റ് കോളത്തിൻ്റെ ഹെഡിങ് എന്താണെന്ന് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ കോളം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പൈപ്പ് കീ ക്ലോസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഹെഡിങ് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ആ പൈപ്പ് കീ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും ഹെഡിങ് ആയി. അതിൻ്റെ അടിയിൽ നമുക്കൊരു ലൈൻ വരണം, അതായത് നമ്മൾ ഹെഡിങ്ങും കണ്ടൻസും തമ്മിലൊരു സെപ്പറേഷൻ വേണമല്ലോ. ആ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ പൈപ്പ് കീൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഹൈഫൺ കീ ഉപയോഗിച്ച് ഞാൻ സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ടൻസ് കൊടുക്കുന്ന സമയത്ത് വീണ്ടും പൈപ്പ് കീ കൊടുത്തു. ആദ്യത്തെ കോളത്തിൽ എന്താണ് കണ്ടന്റ് അത് കൊടുത്തു, രണ്ടാമത്തെ കോളത്തിൽ കണ്ടന്റ് കൊടുത്തു. ആദ്യത്തെ കോളത്തിൽ ഞാൻ ഒരു ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി മാർക്ക്ഡൗണിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുക, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റ് എന്താണോ കാണിക്കേണ്ടത്, അതായത് നമ്മൾ ഈ ഇമേജ് വരാത്ത സമയത്ത് ആൾട്ട് ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ആൾട്ട് ടെക്സ്റ്റ് എന്താണ് കാണിക്കേണ്ടതെന്ന് കൊടുത്തു, ടാസ്ക് 1. എന്നിട്ട് നമ്മൾ ഇമേജ് എവിടെയാണോ ആ ഒരു പാത്ത് കൊടുത്തു. അത് സ്ക്വയർ ബ്രാക്കറ്റ് അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, സാധാ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പേസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഇതിൻ്റെ ഇടയിലായിട്ട് ഇവിടെ സ്പേസ് ഉണ്ടാകാൻ പാടില്ല. സ്പേസ് ഇടാതെ നമ്മൾ ഇമേജ് /task1.jpg ആ ഒരു ഇമേജ് ഞാൻ ഓൾറെഡി ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇമേജ് ഫോൾഡറിൻ്റെ ഉള്ളിൽ, അത് കൊടുത്തു. രണ്ടാമത്തെ ടാസ്കും ഇതേപോലെ തന്നെ ടാസ്ക് 2 ഇമേജസ് task2.png അതൊരു PNG ഫയലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. അതേപോലെ നിങ്ങൾ ഏതാണോ ഇമേജ് ആഡ് ചെയ്ത് അതേപോലെ കൊടുക്കുക. ഇതേപോലെ ഔട്ട്പുട്ടിൻ്റെ ഭാഗത്ത് നിങ്ങൾ കോഡ് ചെയ്ത് റൺ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആ ഫയൽസ് അപ്ലോഡ് ചെയ്ത് അതും ഇതേപോലെ ഇവിടെ തന്നെ ഇവിടെ ലിങ്ക് ചെയ്യാം. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ഇങ്ങനെ സേവ് ചെയ്ത് നിങ്ങൾ പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഇമേജും കണ്ടൻറ്റൊക്കെ ഒരു ടേബിൾ ലിസ്റ്റായിട്ട് വന്നത് കാണാൻ പറ്റും. ഇനി ഒരു മാർക്ക്ഡൗൺ ഫയൽ ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മൾ ടാസ്ക് 3 എന്തായിരുന്നു ചെയ്തത്, W3 സ്കൂളിൻ്റെ കുറേ ലിങ്ക്സ് വായിച്ച് പഠിക്കാനായിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ കുറച്ച് ലിങ്ക്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടെ നമ്മളെ ഒരു മാർക്ക്ഡൗൺ ഫയൽ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ കുറച്ച് ലിങ്ക്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ച എല്ലാ ലിങ്ക്സും ഇതേപോലെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ടാസ്ക് 3 എന്ന് പറയുന്ന ഹെഡിങ് കൊടുത്തു, അതായത് സബ് ഹെഡിങ് കൊടുത്തു, പിന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതിനുശേഷം ഞാൻ അൺഓർഡേർഡ് ലിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഹൈഫൺ ഇട്ടതിന് ശേഷം ബ്രാക്കറ്റിൽ എന്താണോ നമ്മൾ ടെക്സ്റ്റ് അത് കൊടുത്തു. നമ്മൾ ഇമേജിന് എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്തത് അതേപോലെയാണ് ഇവിടെയും ചെയ്യുന്നത്, പക്ഷെ നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക് മാത്രമില്ല. ഇവിടെ ടെക്സ്റ്റ് കൊടുത്തു, അതിനുശേഷം നമ്മൾ സ്പേസ് ഇടാതെ നമ്മുടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണോ ലിങ്ക് അത് കൊടുത്തു. നെക്സ്റ്റ് അടുത്ത ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക്സ് ആഡ് ചെയ്യുന്നത്, മാർക്ക്ഡൗണിൽ ലിങ്ക്സ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കാം, ഇവിടെ പ്രീവ്യൂ നോക്കിയപ്പോൾ അതിൽ ലിങ്ക്സ് പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി ചേഞ്ചസ്. ഇനി ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കമ്മിറ്റ് ചെയ്യണം, അതായത് നമ്മൾ റെപ്പോസിറ്ററിയിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു, എൻ്റെ ടെർമിനലിൽ ഒന്ന് ഗിറ്റ് സ്റ്റാറ്റസ് കൊടുത്തു. ആ ചേഞ്ചസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കമ്മിറ്റ് ചെയ്യാണ്, അതിനുശേഷം പുഷ് ചെയ്തു. അതിനുശേഷം എൻ്റെ റെപ്പോസിറ്ററിയിൽ വന്ന് ഞാൻ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ഇവിടെ ബ്രൗസറിലും കാണാൻ പറ്റും.